ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 274. ശാരീരികവും ആത്മീയവുമായ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ. കൊറാസീം സമതലത്തിലാണ് ഈശോ. ജനേസറത്ത് മെറോം തടാകങ്ങളുടെ ഇടയിലുള്ള താഴ്വരയാണ് കൊറാസീം. ആ പ്രദേശം മുഴുവൻ മുന്തിരിത്തോട്ടങ്ങൾ കാണുന്നു. മുന്തിരിയുടെ ഫലമെടുക്കുന്ന കാലം. ഈശോ അവിടെ വന്നിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കണം. കാരണം സിക്കാമിനോണിലെ ശിഷ്യന്മാർ ഇന്ന് രാവിലെ അക്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഹെർമാസും സ്റ്റീഫനും വന്നിട്ടുണ്ട്. നേരത്തെ വരാതിരുന്നതിന് ഐസക്ക് മാപ്പ് ചോദിക്കുന്നു. പുതിയ ശിഷ്യരെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു വരാമോ പാടില്ലയോ എന്ന സംശയം കൊണ്ടാണ് വരാതിരുന്നതെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഞാൻ വിചാരിച്ചു, സ്വർഗത്തിലേക്കുള്ള വഴി സന്മനസ്സുള്ള എല്ലാവർക്കും തുറന്നിട്ടിരിക്കുകയാണെന്നും ഇവർ രണ്ടുപേരും ഗമാലിയേലിന്റെ ശിഷ്യരാണെങ്കിലും സന്മനസ്സ് ഉള്ളവരായതുകൊണ്ട് അവരെ കൊണ്ടുവരാമെന്നുമാണ്. ഐസക്ക് പറഞ്ഞു തീർത്തു. നീ പറഞ്ഞത് ശരിയാണ്, നീ ചെയ്തതും ശരി തന്നെ. അവരെ ഇങ്ങ് വിളിക്കൂ. ഐസക്ക് പോയി അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് സമാധാനം. അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ കൂടാൻ നിങ്ങൾക്ക് തോന്നത്തക്ക വിധം അവരുടെ പ്രസംഗം അത്ര സത്യമായി നിങ്ങൾക്ക് തോന്നിയോ? ഉവ്വ്, എന്നാൽ ഏറ്റവും അധികമായി നിന്റെ വാക്കുകളാണ് ഞങ്ങളെ സ്പർശിച്ചത്. ഗുരുവേ, ഞങ്ങളെ വിട്ടുകളയരുതേ. എന്തിനാണ് ഞാൻ വിടുന്നത്? ഞങ്ങൾ ഗമാലിയേലിന്റെ ശിഷ്യരായതുകൊണ്ട്. അതുകൊണ്ടെന്താ? മഹാനായ ഗമാലിയേലിനെ ഞാൻ ബഹുമാനിക്കുന്നു. അയാൾ എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അയാൾക്ക് അതിനുള്ള അർഹതയുണ്ട്. അയാളുടെ ജ്ഞാനം പൂർണ്ണമാകുന്നതിന് ആ കുറവ് മാത്രമേയുള്ളൂ. നിങ്ങൾ പോന്നപ്പോൾ അയാൾ എന്തു പറഞ്ഞു? തീർച്ചയായും നിങ്ങൾ അവനോട് യാത്ര ചോദിച്ചിട്ടായിരിക്കും പോന്നത്. ഉവ്വ്, ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ മറക്കുന്നതിന് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ്. ജിജ്ഞാസയോടെ ഈശോയുടെ ചുറ്റും കൂടിയിരിക്കുന്ന അപ്പസ്തോലന്മാർ പരസ്പരം നോക്കി കുശുകുശുക്കുന്നു. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അയാൾ ആഗ്രഹിക്കുന്നത്? ഓർമ്മിക്കുന്നതിനായി മറക്കാൻ. അവർ മന്ത്രിക്കുന്നത് ഈശോ കേട്ട് അതിന് വിശദീകരണം നൽകുകയാണ്. എൻ്റെ ജ്ഞാനം സ്വീകരിക്കാനായി സ്വന്തം ജ്ഞാനം വിസ്മരിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. താൻ റബ്ബി ഗമാലിയേലാണെന്നുള്ള കാര്യം വിസ്മരിക്കാൻ ഇസ്രായേലിൻ്റെ ഒരു പുത്രൻ, ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഇസ്രായേൽക്കാരൻ എന്ന് ഓർമ്മിക്കാൻ അയാൾ കാക്ഷിക്കുന്നുണ്ട്. സത്യത്തെ സ്മരിക്കാനായി സ്വയം വിസ്മരിക്കാൻ അയാൾ പ്രേരിപ്പിക്കപ്പെടുന്നു. ഗമാലിയേലിൽ കള്ളത്തരമൊന്നുമില്ല ഗുരുവേ. ഹെർമാസ് ഗമാലിയേലിനെ പിന്താങ്ങി പറയുന്നു. ഇല്ല, തീർച്ചയായും ഇല്ല. പക്ഷേ വാക്കുകൾ കൂട്ടിക്കുഴച്ചെല്ലാം വരുമ്പോഴാണ് അസത്യമായി തീരുന്നത്. വചനത്തിന്റെ സ്ഥാനം വാക്കുകൾ എടുക്കുമ്പോൾ അവ നിങ്ങൾ വിസ്മരിക്കണം. അവയെല്ലാം ഉരിഞ്ഞു കളഞ്ഞ ശേഷം സത്യത്തിലേക്ക് കന്യകകളെ പോലെ പരിശുദ്ധരായി വരണം. അപ്പോൾ വീണ്ടും വസ്ത്രവിഭൂഷിതരായി തീരും. ഫലദായകമാകും. അതിന് എളിമ വേണം. അപ്പോൾ ഞങ്ങളും വിസ്മരിക്കണമല്ലോ. ഒരു സംശയവും വേണ്ട. മനുഷ്യനെ പൂർണ്ണമായി മറക്കണം. ദൈവത്തെ ഓർമ്മിക്കണം. വരൂ, നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഞങ്ങൾക്ക് അത് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഹെർമാസ് പറയുന്നു. ശിഷ്യരായി ജീവിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? അതെ, സ്നാപകന്റെ വധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ശിഷ്യരായി ജീവിക്കാൻ തുടങ്ങി. ആ വാർത്ത വളരെ വേഗം പരന്നു. ജെറുസലേമിൽ അറിഞ്ഞത് ഹേറോദോസിന്റെ കൊട്ടാരത്തിലുള്ളവരും സൈനികാധിപന്മാരും പറഞ്ഞാണ്. അവന്റെ മരണം ഞങ്ങളുടെ മന്ദതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തി. സ്റ്റീഫൻ പറയുന്നു. രക്തസാക്ഷികളുടെ നിണം മന്ദതയുള്ള ആളുകൾക്ക് നവജീവൻ എപ്പോഴും പ്രദാനം ചെയ്യുന്നുണ്ട്. സ്റ്റീഫൻ അത് ഓർമ്മിക്കുക. ഉവ്വ് ഗുരുവേ, ഇന്ന് നീ പ്രസംഗിക്കുമോ? നിന്റെ വാക്കിനായി ഞാൻ വിശപ്പ് അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നാലും വീണ്ടും പറയാം. നിങ്ങൾക്കായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാരായ അപ്പോസ്തലന്മാർ വേണ്ട വിധത്തിൽ ഒരുങ്ങിയ ശേഷം
അവരുടെ ദൗത്യം നിർവഹിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ജനങ്ങളുടെ ആവശ്യത്തിന് അവരുടെ പ്രസംഗം മാത്രം പോരാ, പിന്നെ എല്ലാം സമയത്തിന് തീർക്കുകയും വേണമല്ലോ. കാലാവധി തീർന്ന ഒരാളെ പോലെയാണ് ഞാൻ. ആ തീയതിക്ക് മുമ്പ് എല്ലാം ചെയ്ത് പൂർത്തിയാക്കണം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സഹായവും മഹത്വമേറിയ ഭാവിയും ദൈവനാമത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ നല്ല സൂക്ഷ്മതയുള്ള കണ്ണുകൾ മേലങ്കിയിൽ പൂർണ്ണമായി പൊതിഞ്ഞു വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി. പുരോഹിതനായ ജോൺ അല്ലേ? അതേ ഗുരുവേ. യഹൂദരുടെ ഹൃദയം ശപിക്കപ്പെട്ട ആ വലിയ താഴ്വരയേക്കാൾ വരൾച്ചയുള്ളതാണ്. ഞാൻ നിന്നെ അന്വേഷിച്ച് ഓടിപ്പോന്നു. നിന്റെ പുരോഹിത ജോലി, അതിൽ നിന്ന് കുഷ്ഠരോഗം ഒന്നാമതായി എന്നെ ബഹിഷ്കരിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ ആളുകളാൽ ഞാൻ വീണ്ടും പുറന്തള്ളപ്പെട്ടു. നിന്റെ കൃപാവരം അതിലേക്ക് തന്നെ എന്നെ ആകർഷിക്കുകയാണ്. അതും എന്നെ ബഹിഷ്കരിക്കുന്നുണ്ട്. അശുദ്ധമായ സ്ഥലത്ത് നിന്ന് പരിശുദ്ധമായ സ്ഥലത്തേക്ക്. ഗുരുവേ, നീ എന്നെ ശരീരത്തിലും ആത്മാവിലും ശുദ്ധിയുള്ളവനാക്കി. പരിശുദ്ധമായി തീർന്നതിന് അശുദ്ധമായതിനെ സമീപിക്കുക സാധ്യമല്ല, സാധ്യമാകുകയും അരുത്. വീണ്ടും അശുദ്ധമാക്കിയാൽ പരിശുദ്ധമാക്കിയവനോട് ഒരു ദ്രോഹമായിരിക്കും അത്. നിന്റെ വിധി അല്പം കട്ടിയാണ്, എന്നാലും അനീതിയല്ല. ഗുരുവേ, സന്തോഷകരമല്ലാത്ത കുടുംബകാര്യങ്ങൾ കുടുംബത്തിൽ താമസിക്കുന്നവർക്കാണ് അറിയാവുന്നത്. അത് നീതിബോധമുള്ള ആളുകളോട് മാത്രമേ പറയാവൂ. നീ അങ്ങനെയാണ്, നിനക്കറിയാം. ഞാൻ മറ്റാരോടും പറയുകയില്ല. ഇവിടെ നമ്മൾ, അവിടെ അപ്പസ്തോലന്മാർ. ഞാൻ, എനിക്കും നിനക്കും അറിയാം. 2 പേർക്ക്. അതുകൊണ്ട് കൊള്ളാം. എന്നാൽ നീയും ഇവിടെ വന്നോ? നിനക്ക് സമാധാനം. ഭക്ഷണം ഇനിയും കൂടുതൽ വിളമ്പാനാണോ വന്നത്? അല്ല, നിന്റെ ഭക്ഷണത്തിൽ കുറെ എനിക്ക് വേണം. അത് ലഭിക്കാനാണ്. ഇല്ല, ഇത്ര സമൃദ്ധമായി ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഗുരുവേ, ഞാൻ വേറൊരപ്പവും വിളവുമാണ് അന്വേഷിക്കുന്നത്, നിന്റേത്. എന്റെ വയലിൽ നീ സുഖപ്പെടുത്തിയ കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യനെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ അവന്റെ യജമാനന്റെ പക്കലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ അവനും എനിക്കും അനുഗമിക്കാനും സേവിക്കാനും ഒരു യജമാനനാണുള്ളത്. അത് നീയാണ്. വരൂ. 1, 2, 3, 4. ഒരു നല്ല കൊയ്ത്ത്. പക്ഷേ ദേവാലയത്തിലെ നിന്റെ സ്ഥാനത്തെക്കുറിച്ച് നീ പരിഗണിക്കുന്നുണ്ടോ? നിനക്കറിയാം, എനിക്കും അറിയാം. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഞാൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ്. എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ പോകും. പുരോഹിതനായ ജോൺ പറയുന്നു. ഞാനും അങ്ങനെ തന്നെ. അവസാനം വന്ന ആൾ പറയുന്നു. നിയമജ്ഞനായ ജോൺ ആണ് അത്. സാബത്ത് ദിവസം ഭാഗ്യങ്ങളുടെ മലയുടെ അടിവാരത്തിൽ വച്ച് ഭക്ഷണം വിളമ്പാനുണ്ടായിരുന്നയാൾ. ഞങ്ങളും സ്വതന്ത്രരാണ്, ഹെർമാസും സ്റ്റീഫനും ഒരുമിച്ച് പറയുന്നു. സ്റ്റീഫൻ ഈശോയോട് പറയുന്നു, കർത്താവേ, ഞങ്ങളോട് പറയണമേ. ഞങ്ങളുടെ ദൗത്യം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. ഉടനെ തന്നെ നിനക്ക് സേവനം ചെയ്യുന്നതിന് അത്യാവശ്യമായവ ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ നിന്നെ അനുഗമിച്ചു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ വന്നുകൊള്ളും. അതെ, മലയിൽ വച്ച് നീ ഭാഗ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഞങ്ങൾക്കൊരു പാഠമായിരുന്നു. എന്നാൽ മറ്റുള്ള ആൾക്കാരോട് ഞങ്ങൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? അതായത് ഞങ്ങളുടെ രണ്ടാമത്തെ സ്നേഹത്തിൽ, അയൽക്കാരോടുള്ള സ്നേഹത്തിൽ. നിയമജ്ഞനായ ജോൺ ചോദിക്കുന്നു. എൻഡോറിലെ ജോൺ എവിടെ? ഇത് മാത്രമാണ് ഈശോയുടെ മറുപടി. രോഗശാന്തി ലഭിച്ച ആളുകളോടുകൂടെ അവൻ അതാ അവിടെ തന്നെയുണ്ട് ഗുരുവേ. അവൻ ഇങ്ങു വരട്ടെ. എൻഡോറിലെ ജോൺ ഉടൻ തന്നെ ഈശോയുടെ അടുത്തെത്തി. ഒരു പ്രത്യേക അഭിവാദനമായി ഈശോ അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, എല്ലാവരുമായല്ലോ, ഇനി ഞാൻ സംസാരിക്കാം. എന്നാൽ വിശുദ്ധമായ ഒരു നാമം വഹിക്കുന്ന നിങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അപ്പസ്തോലനായ നീ, പുരോഹിതനായ ജോൺ, നിയമജ്ഞനായ ജോൺ,
അവസാനം നീ എൻഡോറിലെ ജോൺ. ദൈവം നൽകിയ കൃപാവരത്തിന്റെ ക്രമം പൂർത്തിയാക്കാനാണിത്. നിന്നെയാണ് അവസാനം പറഞ്ഞതെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്റെ സ്ഥാനം ഒടുവിലത്തേതല്ല എന്ന് നിനക്കറിയാമല്ലോ. ഈ പ്രസംഗം പറയാമെന്ന് ഒരു ദിവസം നിനക്ക് ഞാൻ വാക്ക് തന്നിരുന്നു. ഇപ്പോൾ നിനക്കത് ലഭിക്കും. അനന്തരം ഈശോ പതിവ് പോലെ ഒരു ചെറു കുന്നിൻ മുകളിലേക്ക് കയറുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഈശോയെ കാണാൻ കഴിയും. മുൻവശത്ത് ഒന്നാം നിരയിൽ ജോൺ നാമധാരികൾ 5 പേരുണ്ട്. അവരുടെ പിന്നിൽ കുറേ ശിഷ്യന്മാർ. പലസ്തീനയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് രോഗശാന്തിക്കായോ ഉപദേശം കേൾക്കുന്നതിനോ ആയി വന്നിട്ടുള്ള ആളുകളുമായി ഇടകലർന്നു നിൽക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെയും ജ്ഞാനം നിങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കുക. കുറെ കാലം മുമ്പ് ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, പാപികളോട് ദൈവത്തിന് കരുണയുണ്ടോ? എന്തുമാത്രം കരുണയുണ്ട് എന്ന്. ഒരു പാപിയായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരുന്നുവെങ്കിലും ദൈവം അവനോട് പൂർണ്ണമായി ക്ഷമിച്ചെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. ഉപമകളിൽ കൂടി ഞാൻ അവൻ്റെ ഉത്കണ്ഠ ശമിപ്പിച്ചു. അവന് വേണ്ടി ഞാൻ എപ്പോഴും കരുണയെപ്പറ്റി സംസാരിക്കുമെന്ന് അവന് ഉറപ്പും വാക്കും കൊടുത്തു. വഴിതെറ്റിപ്പോയ ഒരു കുട്ടി കരയുന്ന പോലെ അനുതപിച്ച് അവൻ്റെ ഹൃദയം കരയുന്നുണ്ടായിരുന്നു. സ്വർഗത്തിലിരിക്കുന്ന അവൻ്റെ പിതാവിൻ്റെ സ്വത്തായി അവൻ തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധം അവന് നൽകാനുമാണ് കരുണയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ദൈവം സ്നേഹമായതിനാൽ ദൈവം കരുണയാണ്. ദൈവത്തെ അനുകരിക്കുന്നതിനായി ദൈവത്തിൻ്റെ ഒരു ദാസൻ കരുണയുള്ളവനായിരിക്കണം. വഴിതെറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള മക്കളെ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ദൈവം കരുണ ഉപയോഗപ്പെടുത്തുന്നു. തെറ്റായി നയിക്കപ്പെടുന്ന മനുഷ്യരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മാർഗമായി കാരുണ്യത്തെ ദൈവത്തിൻ്റെ ദാസർ ഉപയോഗപ്പെടുത്തണം. സ്നേഹത്തിന്റെ നിയമം എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഒരു നിർബന്ധിത നിയമമാണ്. എങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്ക് അത് 3 ഇരട്ടി നിർബന്ധമാണ്. സ്നേഹിക്കാത്ത ഒരുവനും സ്വർഗം പിടിച്ചെടുക്കുകയില്ല. വിശ്വാസികളോട് ഇത്രയുമൊക്കെ പറയേണ്ട ആവശ്യമേയുള്ളൂ. എന്നാൽ ദൈവ ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വാസികളെ പരിപൂർണ സ്നേഹത്താൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്വർഗം പിടിച്ചെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിന് നിങ്ങൾക്ക് കഴിവുണ്ടാകുകയില്ല. എൻ്റെ ചുറ്റും തിങ്ങിക്കൂടുന്ന നിങ്ങൾ ആരാണ്? നിങ്ങളിൽ ഒട്ടുമുക്കാലും പരിപൂർണതയുടെ ജീവിതം ലക്ഷ്യമാക്കിയിട്ടുള്ള ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷയും ക്രിസ്തുവിൻ്റെ ദാസനും എന്നുള്ള ഭാഗ്യപ്പെട്ട എന്നാൽ വിഷമമേറിയതും അതേസമയം പ്രഭയേറിയതുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്രകാരം ദാസരും ശുശ്രൂഷികളുമാകുന്നവരുടെ ചുമതലകൾ എന്തെല്ലാമാണ്? ദൈവത്തോട് പരിപൂർണ സ്നേഹം, അയൽക്കാരോടും പരിപൂർണ സ്നേഹം. നിങ്ങളുടെ ലക്ഷ്യം സേവനം ചെയ്യുക എന്നതാണ്. എങ്ങനെ സേവനം ചെയ്യും? ദൈവത്തിൽ നിന്ന് ലോകം, പിശാച്, മാംസം എന്നിവയാൽ മോഷ്ടിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു കൊണ്ടുചെന്നുകൊണ്ടാണ് നിങ്ങൾ സേവനം ചെയ്യുന്നത്. ഏത് മാർഗത്തിലൂടെ? സ്നേഹത്തിലൂടെ. 1000 വിധത്തിൽ പ്രവർത്തിക്കാൻ അറിയാവുന്ന സ്നേഹം. സ്നേഹത്തിന് ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ: സ്നേഹിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുക. നമുക്ക് നമ്മുടെ സുന്ദരമായ യോർദാനെ ഒന്ന് പരിഗണിക്കാം. ജെറീക്കോയിലെത്തുമ്പോൾ എത്ര ഗംഭീരമായ നദി! എന്നാൽ ആരംഭത്തിൽ അതങ്ങനെ ആയിരുന്നോ? ഇല്ല, അത് വെറും ഇറ്റിറ്റു വീഴുന്ന വെള്ളം മാത്രമായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമായിരുന്നു. നേരെ മറിച്ച് ആയിരക്കണക്കിന് പോഷക അരുവികൾ ഇരുവശത്തുമുള്ള പർവ്വതങ്ങളിൽ നിന്നും കുന്നുകളിൽ നിന്നും ഒറ്റയായും പലതും കൂടി ചേർന്നും ഒഴുകി അതിനോട് ലയിച്ചു. ഉത്ഭവത്തിൽ വെള്ളി നിറമുണ്ടായിരുന്ന ആ നീല നീർച്ചോല വളർന്ന് വളർന്ന് ആകാശത്തിൻ്റെ നീലിമയാർന്ന ഒരു നാട പോലെ ഇപ്പോൾ ഹരിത മനോഹരമായ ഇരു കരകൾക്കും ഇടയിലൂടെ
ഗംഭീര നദിയായി ഒഴുകുന്നു. സ്നേഹം ഇങ്ങനെയാണ്. ആദ്യം അത് ഒരു ചെറിയ ചോലയാണ്. ജീവന്റെ പാതയിലുള്ള ശിശുക്കളുടെ ഇടയിലൂടെ അതൊഴുകുന്നു. ഈ ശിശുക്കൾ ഭയനിമിത്തം മാരകമായ പാപങ്ങൾ ചെയ്യാതെ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ തുടർന്ന് പരിപൂർണതയുടെ പാതയിലൂടെ അവർ പുരോഗമിക്കുമ്പോൾ ഈ സുഹൃത്തത്തിന്റെ അനേകം ചെറുനദികൾ മനുഷ്യ സമൂഹമാകുന്ന പരിപരുത്ത, വരണ്ട, അഹങ്കരിക്കുന്ന, ക്രൂരതയുള്ള പർവ്വതങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അത് നിറഞ്ഞുയരാൻ എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നു. അത് പാഞ്ഞൊഴുകുന്നതാകും. ദുഃഖങ്ങൾ, സന്തോഷം എല്ലാം അതിനെ പോഷിപ്പിക്കും. മലമുകളിലെ ഉറഞ്ഞ മഞ്ഞുകട്ടയെ സൂര്യൻ ഉരുക്കി നദിയായി ഒഴുക്കുന്നത് പോലെയാണത്. എല്ലാ കാര്യങ്ങളും അവരുടെ പാത തുറക്കാൻ ഉപകരിക്കുന്നു. എളിമയും അതുപോലെ തന്നെ പശ്ചാത്താപവും എല്ലാം ആദ്യത്തെ അരുവിലേക്ക് നയിക്കപ്പെടുന്നു. കാരണം ആ മാർഗത്തിലേക്ക് തള്ളിയിടപ്പെട്ട ആത്മാവ് സ്വന്തം അഹത്തെ ഞെരിച്ച് തകർത്ത് കളയാൻ ഇഷ്ടപ്പെടുന്നു. ദൈവസൂര്യനാൽ ആകർഷിക്കപ്പെട്ട് വീണ്ടും ഉയരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ അരുവി സുന്ദരമായ, ശക്തിയുള്ള, ഉപകാരപ്രദമായ ഒരു നദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറുതായി രൂപം കൊണ്ട് സ്നേഹത്തിന്റെ ആ അരുവിയെ പോഷിപ്പിക്കുന്ന ചോലകൾ പുണ്യങ്ങൾ മാത്രമല്ല, പുണ്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്ന സൽകൃത്യങ്ങളും കൂടെയാണ്. സ്നേഹത്തിന്റെ ചോലകളായതിനാൽ അവ കാരുണ്യത്തിന്റെ പ്രവൃത്തികളായിരിക്കും. അവയെ നമുക്ക് ഒരുമിച്ച് പരിഗണിക്കാം. ചിലതെല്ലാം ഇസ്രായേലിനും അറിയാവുന്നതാണ്. ചിലതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. കാരണം എൻ്റെ നിയമം സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്.